നമസ്കാരം, ഞാൻ ബിൻഷ. നിബിലേക്ക് സ്വാഗതം. ഇനി പുതിയ കൗൺസിൽ ഹാൾ. കുന്നംകുളം നഗരസഭ പറഞ്ഞ വാക്കുകൾ പാലിച്ചുകൊണ്ടിരിക്കുന്നു. ഇരിക്കാൻ ബുദ്ധിമുട്ടും ഇടുങ്ങിയ സ്ഥലവുമുള്ള കൗൺസിൽ ഹാൾ പുതിയ രീതിയിൽ സജ്ജീകരിച്ച് ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അടുത്ത കൗൺസിലിലൂടെ മാറുകയാണ്. അടുത്ത സ്റ്റാറ്റ്യൂട്ടറി കൗൺസിൽ പുതിയ ഹാളിലാണ് ചേരുക. കഴിഞ്ഞ കൗൺസിലിലാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത്. 18 മാസമാണ് പുതിയ ഭരണസമിതി. നിലവിലെ കൗൺസിൽ ഹാളിലാണ് കൗൺസിൽ യോഗങ്ങൾ ചേർന്നത്. ഒട്ടേറെ മഹാരഥന്മാർ ഇരുന്ന് പതിറ്റാണ്ടുകൾ പിന്നിട്ട ഈ കൗൺസിൽ ഹാളാണ് മാറുന്നത്. ഇതേക്കുറിച്ച് നഗരസഭ ചെയർപേഴ്സൺ അടക്കം ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എല്ലാവരും വികാര നിർഭരമായാണ് പുതിയ കൗൺസിൽ ഹാളിലേക്കുള്ള പ്രവേശനത്തെ കുറിച്ച് സംസാരിച്ചത്. പുതിയ കൗൺസിൽ ഹാളിലേക്ക് മാറുകയാണ്. അപ്പോൾ തുടക്കത്തിലെ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ പറഞ്ഞത് നിരവധി ആളുകൾ ഈ കൗൺസിലില് നയിച്ച ആളുകൾക്ക് നിരവധി കൗൺസിലർമാർ നല്ല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നിരവധി പേരെ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നല്ല കൂട്ടായ്മയോട് ഇരുന്ന ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ ഇരുന്ന ഒരു ഹാളിൽ നിന്ന് ഇതുവരെ നമ്മൾ ഇരുന്ന ഹാളിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറുമ്പോൾ അവരെ ഒന്ന് ഓർക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൗൺസിലിൽ വന്നത് 2000-ലാണ്. 2010 അതിനുശേഷം 2015 വന്നു. അതിനു മുമ്പ് ഇവിടെ ജെ.സി. ബാബുട്ടും അതുപോലെ തന്നെ ഡേവിസനും സി.ടി. മാത്തട്ടും ഒക്കെ ചെയർമാൻമാരായി ഇരുന്ന പ്രദേശമാണ് ഈ കൗൺസിലാണ്. അതിന് മുമ്പ് ഇവിടെ ആയിരുന്നത് എന്നത് എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല. പക്ഷെ ഈ ഹാളിലാണോ എന്നത് എനിക്കറിയില്ല. അതൊക്കെ പുറത്തായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ഇരുന്ന ആളുകളാണ്. തീർച്ചയായും ഇതിന്റെ നല്ല ഞാൻ പ്രതിപക്ഷ നേതാവായ കൗൺസിലിൽ വന്നത് ഈ കൗൺസിലാണ്. ആദ്യത്തെ കൗൺസിലിൽ അന്നത്തെ ചെയർമാൻ സി.വി. ബേബിയേട്ടനായിരുന്നു. ബേബിയേട്ടൻ ആദ്യത്തെ ദിവസം തന്നെ മറ്റേ 0 അവറിലെ പ്രശ്നം ഉപയോഗിച്ച് കാണുന്നതായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഓർമ്മകളും സ്മരണകളും നല്ല ബന്ധങ്ങളെല്ലാം തന്നെ എന്തെല്ലാം വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ല. ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഈ കൗൺസിലിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒന്നും വ്യക്തിപരമല്ല. ഒന്ന് നമ്മുടെ പൊതുജനങ്ങൾക്കായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ഭാഗമായി വ്യത്യസ്ത രീതിയിൽ അങ്ങേയറ്റത്തെ രൂക്ഷമായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ടാവും. ഞാനപ്പോൾ നടത്തിയിട്ടുണ്ട്, നല്ലവണ്ണം നടത്തിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഈ ഹാളിനകത്ത് മാത്രമേ ഉള്ളൂ. പുറത്തു കടന്നാൽ നമ്മളെല്ലാം മനുഷ്യരാണ്, നമ്മൾ എല്ലാവരും ഒരു സഹപാഠികളാണ് എന്ന ഒരു തോന്നല് ഉണ്ടാകും. ഇതുവരെ ഉണ്ടായിരുന്നു എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. പലരും ഇടകേമന്മാരായിട്ടുള്ള പലരും ഇരുന്ന കൗൺസിലിൽ രണ്ടാഴ്ചയിൽ എൻ്റെ ഒരു ഭാഗ്യത്തിനെ കണക്കാക്കുന്നു. അതുപോലെ പുതിയ കൗൺസിലേക്ക് പോകുമ്പോൾ ഈ കൗൺസിലുള്ള എല്ലാ നല്ല ഓർമ്മകൾ മാത്രമായിട്ട് അടുത്ത കൗൺസിലേക്ക് പോകാൻ എല്ലാ അംഗങ്ങൾക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രതിപക്ഷമില്ല, ഒരു ഭരണസമിതിയാണ്. ആ ഭരണസമിതിയെ അന്വർത്ഥമാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇത്രയും ഒരു 18 മാസമായിട്ട് നമ്മുടെ ഈ കൗൺസിൽ ഹാളിൽ ഉണ്ടായിരുന്നു. ചെറിയ വിഷയങ്ങൾക്ക് തർക്കങ്ങളൊക്കെ, അതൊരു തർക്കമില്ലെങ്കിൽ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ഇവിടുന്ന് എണീറ്റ് പോകും. കാരണം അവർ നമ്മൾ വഴക്കൂടുന്നത് അവർക്ക് ഇഷ്ടം. അപ്പോൾ പ്രശ്നമില്ലാതെ നമ്മൾ സമാധാനമായി കാര്യങ്ങൾ ചർച്ച ചെയ്താൽ അവരോട് ഇരിക്കില്ല. അപ്പൊ എന്തായാലും ചെറിയ തോതിൽ കാര്യങ്ങൾ പറഞ്ഞ് ചർച്ച ചെയ്തുകൊണ്ട് എന്നാൽ വളരെ മാനസികമായിട്ടുള്ള ഐക്യത്തോടു കൂടിയാണ് നമ്മൾ 37 പേരും ഇതുവരെ നീങ്ങിയിട്ടുള്ളത്. കാര്യങ്ങൾ പറയുമ്പോൾ അതെനിക്ക് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം. ആ തെറ്റുകളുണ്ടെങ്കിൽ ആ തെറ്റുകൾ പറയുമ്പോൾ ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തെറ്റ് തിരുത്താൻ നമ്മളെല്ലാവരും സന്നദ്ധരാണ്. ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് അത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒരു ഭരണസമിതി എന്ന രീതിയിൽ ഇപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ള ഒരു ഭരണമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണം എന്ന് പറയുന്നത് പ്രതിപക്ഷമില്ല, അതൊരു ഭരണസമിതിയാണ്. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മളെല്ലാവരും 37 പേരും ഒരേ മനസ്സോടുകൂടിയാണ് കുന്നംകുളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഈ കൗൺസിൽ ഹാളിൽ നിന്ന് നമ്മൾ പുതിയ കൗൺസിൽ ഹാളിലേക്ക് പോയാലും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കൗൺസിൽ യോഗം അവസാനിച്ചതായി